മഹാകവി അക്കിത്തവും സാഹിത്യപ്രതിഭ എം.ടി. വാസുദേവൻ നായരും പഠിച്ച കുമരനെല്ലൂർ ഹൈസ്കൂളിന് ഇരുവരുടെയും പേര് നൽകണമെന്ന ആവശ്യമുയർന്നു. ഒരേ സ്കൂളിൽ പഠിച്ച രണ്ടുപേർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചുവെന്ന അപൂർവതയും കുമരനെല്ലൂർ സ്കൂളിന് സ്വന്തമാണ്. അക്കിത്തവും എം.ടിയും രണ്ടുപേരും കുമരനെല്ലൂർ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളായിരുന്നു എന്നത് സ്കൂളിന് ഏറെ അഭിമാനം നൽകുന്നു. രണ്ടുപേരും സാഹിത്യമേഖലയിൽ മഹാപ്രതിഭകളായി. ഇരുവരും ജ്ഞാനപീഠ പുരസ്കാരത്തിനും അർഹരായി. ഇപ്പോൾ അക്കിത്തവും എം.ടിയും പഠിച്ച സ്കൂൾ എന്ന പേരിലാണ് കുമരനെല്ലൂർ സ്കൂൾ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സ്കൂളിന് ഇരുവരുടെയും പേര് നൽകി പുനർനാമകരണം ചെയ്യണമെന്ന ആവശ്യമാണ് ഉയർന്നിട്ടുള്ളത്. അക്കിത്തത്തിൻ്റെയും അതുപോലെ തന്നെ എം.ടി. വാസുദേവൻ നായരെയും രണ്ടാളും മലയാളത്തിൻ്റെ വിശ്വ സാഹിത്യകാരന്മാരാണ്. അവർക്ക് ജ്ഞാനപീഠം ലഭിച്ച രണ്ട് മഹാന്മാരാണ്. അവരുടെ പേര് ഗവൺമെൻറ് ഹൈസ്കൂളിന് കുമരനെല്ലൂർ ഗവൺമെൻറ് ഹൈസ്കൂളിന് നൽകണമെന്ന് ഒരാവശ്യം വന്നിട്ടുണ്ട്. കുമരനെല്ലൂർ ഹൈസ്കൂളിന് ഈ രണ്ട് സാഹിത്യകാരന്മാരുടെയും പേര് നാമകരണം ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമാണ് പൊതുവെ ഈ തൃത്താല, കൂടല്ലൂർ, കുമരനെല്ലൂർ പ്രദേശത്തുള്ള എല്ലാ ആളുകളുടെയും ആഗ്രഹം. അത് ആ രീതിയിൽ ചെയ്യുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട സർക്കാർ അല്ലെങ്കിൽ സാംസ്കാരിക വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ് എല്ലാവരും ചേർന്ന് ഉചിതമായ നടപടികൾ സ്വീകരിക്കണം എന്നാണ് പറയാനുള്ളത്. അക്കിത്തത്തിൻ്റെയും എം.ടിയുടെയും പേരുകളുള്ള ഹാജർ പുസ്തകങ്ങൾ ഇപ്പോഴും സ്കൂളിലുണ്ട്. ഈ ഹാജർ പുസ്തകങ്ങളെല്ലാം പഴകിപ്പൊടിഞ്ഞു പോകുന്ന അവസ്ഥയിലാണുള്ളത്. ഇവ ചരിത്രരേഖകളായി സൂക്ഷിക്കാൻ നടപടി വേണമെന്നും നാട്ടുകാർ പറയുന്നു. ന്യൂസ് മലയാളം, പാലക്കാട്.